പിന്നെ എം പി ഗോവിന്ദൻ മാഷ് എന്താ പറഞ്ഞത്? നിങ്ങളോട് ആരാ പറഞ്ഞത് ഇത് ഒരു ഇടതുപക്ഷ സർക്കാരാണെന്ന്? അദ്ദേഹം ചോദിക്കുക, CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ചോദിക്കുക, ഇതൊരു ഇടതു സർക്കാരാണെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? ഇടതുപക്ഷമാണെന്ന് ആര് പറഞ്ഞു? ഇതിന്റെ പേര് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നാ. നമ്മളേക്ക് അത് വിശ്വസിച്ചാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ചോദിക്കുക, ഇത് ഇടതുപക്ഷമാണെന്ന് ആര് പറഞ്ഞു? ഇടതുപക്ഷ നയം നടപ്പാക്കുന്ന സർക്കാരാണ് ഇതെന്നാണോ നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം ചോദിച്ചത്. പിന്നെ ഒറ്റ വായനയ്ക്ക് മനസ്സിലാത്ത ചില കാര്യങ്ങളോട് പറഞ്ഞു. തെറ്റുപറ്റാതിരിക്കാൻ അതൊക്കെ കോട്ട് ചെയ്യുക, അങ്ങ് ഉദ്ധരിക്കുക. ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. കുത്തക മുതലാളിത്തത്തിന്റെയും ഭൂപ്രഭുത്വത്തിന്റെയും സാമ്രാജ്യത്വത്തിന്റെയും വർഗഘടനയുടെ ഭാഗമായി നിൽക്കുന്ന സർക്കാരാണിത്, ഇടതുപക്ഷ മുന്നണി സർക്കാരല്ലെന്ന് അദ്ദേഹം പറയുന്നത്. ഇടതുപക്ഷ സർക്കാർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിലേക്ക് പോയി എന്നൊന്നുമല്ല. ജനാധിപത്യ വിപ്ലവം പോലും നടക്കാത്ത സംസ്ഥാനമാണിത്. ബാക്കി എല്ലായിടത്തും നടന്നു, ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ജനാധിപത്യ വിപ്ലവം, അതുപോലും നടക്കാത്ത ഒരു സംസ്ഥാനമാണ് ഇത്. വിപ്ലവാത്മകമായി ചിന്തിച്ചാൽ നമ്മൾ 1-ാം നമ്പർ അല്ല, വളരെ വളരെ പിന്നില. എന്നിട്ട് അദ്ദേഹം വീണ്ടും പറയുന്നു, അതായത് ജനാധിപത്യ വിപ്ലവം പോലും നടപ്പാകാത്ത സംസ്ഥാനമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇടതുപക്ഷത്തിന്റെ മുദ്രാവാക്യങ്ങൾ പ്രാവർത്തികമാക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഭരണപരമായി നോക്കുമ്പോൾ സാധിക്കുന്നതല്ല.